ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നലെ ഇവിടെ ടെൻ്റ് അടിച്ച ഒരു വീടിൻ്റെ ഒരു ഫ്രണ്ടിലാണ്. അപ്പോൾ ഇന്നലെ നമ്മളോടെ ഒരാൾ വന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്നലെ രാത്രി ഒരു പ്രശ്നം നടന്നിട്ടാ. ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ടോ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ടെൻറ്റ് മടക്കിയിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. എന്നിട്ട് ഞാൻ ഫോണിലേക്ക് ഡീറ്റെയിൽ പറഞ്ഞു തരാം. लो भाई रहने तू फालतू बात कर यार पागल आदमी को हम कभी वो नहीं करते भाई छोड़ो पागल तू है वेंचर पास करना वोट क्या ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കെംറ്റി വാട്ടർഫാൾ കാണാൻ വേണ്ടി പോണ റൂട്ടിലാണുള്ളത്. ഉണ്ടല്ലേ? ശരിക്കും ഇന്നലെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവിടെ ഒരു ഹോട്ടലിൽ ഇന്നലെ ആ പുള്ളീനെ കാണിച്ചു തന്നല്ല. ആ പുള്ളി നമുക്കൊരു ടെൻ്റ് അടിക്കാനുള്ള സ്പേസ് സെറ്റ് ചെയ്ത് തന്നിട്ടാ. അപ്പോൾ ഞാൻ അവിടെ ടെൻ്റ് അടിച്ചിരിക്കുകയാണ്. അതായത് അവിടെ ഞാൻ കുറേ നേരം റെസ്റ്റ് ചെയ്തിട്ടാണ് പിന്നെ ടെൻ്റ് അടിക്കാൻ ആ സ്ഥലത്ത് പോയത്. കാരണം ഫോണൊക്കെ ചാർജ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചാർജൊക്കെ ചെയ്തിട്ട് നേരെ ടെൻ്റ് അടിക്കാൻ വേണ്ടി അവിടെ പോയപ്പോൾ ആ ഒരു പുള്ളി വന്ന്, കാരണം ടെൻ്റ് അടിക്കണുണ്ട്. പുള്ളി വന്നിട്ട് എന്നോട് ചോദിച്ച്, എന്നോട് ഫസ്റ്റ് വന്ന് പുള്ളി ചോദിക്കണുണ്ടല്ലോ നിൻ്റെ ജാതി ഏതാണെന്ന്. എന്നോട് ഫസ്റ്റ് വന്ന് ചോദിക്കണത്. സത്യം പറഞ്ഞാൽ ഒരാൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പേര് അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നാണെന്നല്ലേ ചോദിക്കണം. ഇയാൾ ആദ്യം എന്നോട് വന്നിട്ട് എൻ്റെ ജാതി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ. കാരണം അതൊരു അമ്പലമോ അല്ലെങ്കിൽ ഒരു പള്ളിയോ അല്ലെങ്കിൽ ഒന്നുമല്ല, അത് ഏതൊരു ഗവൺമെൻറ്റിൻ്റെ എന്തോ ഒരു സ്ഥാപനമാണ്, പഴയ പൂട്ടിക്കിടക്കുന്ന എന്തോ സ്ഥാപനമാണ്. അപ്പോൾ അതിൻ്റെ ഒരാൾ നമ്മളെ കണ്ട ആളും നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ടെൻ്റ് അടിച്ചോളാൻ. അപ്പോൾ അവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉള്ള സ്ഥലങ്ങളല്ല. അപ്പോൾ ഇയാൾ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ച്. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ പോകാറുണ്ട്. അതായത് ഇപ്പോൾ അമ്പലങ്ങളിലായാലും പള്ളികളിലായാലും എല്ലായിടത്തും നമ്മൾ പോകാറുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. ഇപ്പോൾ ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻസ് ആകട്ടെ, മുസ്ലിം ആകട്ടെ, എല്ലാവരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മുടെ ജാതി മതമോ ഇതൊന്നും കണ്ടുകൊണ്ടല്ല ആരും നമ്മളെ സഹായിച്ചതും. നമ്മൾ അവരോടൊക്കെ ആയിട്ട് മിണ്ടാനും സംസാരിക്കാൻ എല്ലാത്തിനും നമ്മൾ നിന്നത് അതുകൊണ്ടല്ല. അപ്പോൾ ഇയാൾ നമ്മളോട് വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ ആദ്യം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ എന്തിനാ പറയാൻ പറ്റുമോ എന്നുള്ള കേസ് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് വീണ്ടും വന്നിട്ട് ചോദിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിമാന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അയാളൊരു ഒച്ചപ്പാട് എടുത്തിട്ട് അയാൾ വേറെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് വന്നു. അപ്പോൾ ആ ഒച്ച കേട്ടപ്പോൾ പിന്നെ വേറെ കുറേ ആൾക്കാരെ കൂടി. അപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു. ഞാൻ ഇന്നപോലെ ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടപ്പോൾ ഇയാൾ എന്നോട് വന്ന് ചോദിച്ചു നിൻ്റെ റിലീജിയൻ ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ഫസ്റ്റ് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് ഞാൻ പറഞ്ഞു ഞാൻ മുസ്ലിമാണ്. അപ്പോൾ അതും പറഞ്ഞാണ് ഇയാൾ വെച്ചെടുത്തത്. ഞാൻ മുസ്ലിമായെന്നും പറഞ്ഞ് എന്താണ്, എല്ലാ മതങ്ങളും നമ്മുടെ വിശ്വാസം തന്നെയാണ്. അല്ലാണ്ട് നമ്മളെവിടെയും മറ്റുള്ള മതക്കാരോ അല്ലെങ്കിൽ ആരെങ്കിലും നമ്മൾ ഉപദ്രവിക്കാനോ ഒന്നും പോയിട്ടില്ല. അപ്പോൾ ഇവർക്കൊന്നും ഈ ബുദ്ധിയും വിദ്യാഭ്യാസ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നാമത്തെ കേസ്. കാരണം മതഭ്രാന്തി പിടിച്ച് തലക്ക് ഭ്രാന്ത് പിടിച്ച കുറേ ആൾക്കാരുണ്ട്. അവന്മാരെ ഇങ്ങനെ എന്നിട്ട് അയാൾ ഇങ്ങനെ നമ്മളെ കുറേ നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു. അതായത് പാകിസ്ഥാനികളല്ലേ, നിങ്ങൾ മറ്റേതല്ലേ, മറിച്ചതല്ലേ, നിങ്ങളല്ലേ ഞങ്ങളുടെ ആൾക്കാരെ കുറേ പേരെ കൊന്നത്. ഞാൻ പറഞ്ഞു ഞാനല്ല കൊന്നത്, ഞാൻ ഒരു മുസ്ലിമാണെങ്കിലും നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒരുപാട് ജാതി മതങ്ങളുണ്ട്. ഞങ്ങളെല്ലാവരെയും റെസ്പെക്റ്റ് ചെയ്യാനാണ് പഠിച്ചേക്കണം. നിങ്ങൾ ഈ കാണിക്കണ സത്യം പറഞ്ഞാൽ പോക്കിരിത്തരമാണ് അവർ കാണിക്കണം. അപ്പോൾ ഞാൻ അയാളോട് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ സംസാരിച്ചു. കാരണം നിങ്ങൾ അപ്പോൾ എന്നോട് വേറൊരു പുള്ളി പറഞ്ഞു നീ അങ്ങനെ ആദ്യം പറയണ്ട. കാരണം എന്താ അറിയാമോ, ഒന്നാമത്തെ കേസ് തന്നെ നമ്മൾ ഈ നാട്ടുകാരല്ല. ശരിയാണ്, പുള്ളി എന്നോട് പറഞ്ഞത് ശരിയാണ്. പിന്നെ അങ്ങനെ അധികം സംസാരിക്കാൻ നിന്നില്ല. കാരണം പുള്ളിയുടെ ഫ്രണ്ട്സൊക്കെയാണ് അവിടെ നിന്ന് വെച്ചാൽ അവരും പുള്ളീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കി. എന്നിട്ട് അവരൊക്കെ ആയിട്ട് പുള്ളി പ്രശ്നമൊക്കെ ആയി. കാരണം നമ്മൾ പിന്നെ കൂടുതൽ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഇടിയായിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുള്ളൂ അവസാനം. കാരണം ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ നമ്മുടെ നാടല്ല, പുറം നാടാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടെങ്കിലും പറയാൻ പറ്റില്ല എത്രമാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുമെന്ന്, അതേപോലെ തന്നെ തിരിച്ച് നമ്മുടെ എതിരാവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അവസാനം ഞാൻ പുള്ളിനോട് ഇങ്ങനെ വേറെ പുള്ളിനോട് പുള്ളിയൊക്കെ സംസാരിച്ച് ഒരു കണക്കിനാക്കി. എന്നിട്ട് ഞാൻ ടെൻറ്റിൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഞാൻ പുള്ളിനോട് വെച്ച് വേറെ എവിടെയെങ്കിലും കിടക്കാൻ സ്ഥലം വല്ലതും കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പൊക്കോളാം. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് പോകണ്ട, ഇവിടെ കിടന്നോ, കുഴപ്പമില്ല, ആരും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. ഏകദേശം 12 മണിയായി അങ്ങനെ. എന്നിട്ട് ഞാൻ കിടന്നിട്ടില്ല, എനിക്ക് ഉറക്കം തന്നില്ല. കാരണം ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല, ഈ മതഭ്രാന്തൊക്കെ പിടിച്ച ആളുകൾ രാത്രി വന്നിട്ട് എന്തെങ്കിലും വല്ല തീയിട്ട് കത്തിക്കുക എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഉമ്മാർ ഈ കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റിയിട്ടുണ്ട്. ഞാൻ അവസാനം ടെൻറ്റിൻ്റെ ഉള്ളിൽ കയറിയിരുന്ന് ഉറങ്ങാനുള്ള സെറ്റപ്പ് നോക്കി. പക്ഷെ ഉറക്കം വന്നില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഒന്നൊന്നരയ്ക്ക് എന്നിട്ടും സെറ്റായില്ല. പിന്നെ പയ്യെ കുറച്ച് നേരം ഇങ്ങനെ കിടന്ന് നോക്കി.
അവസാനം കുറച്ച് നേരം കിടന്ന്. പിന്നെ ഞാൻ ഇപ്പോൾ രാവിലെ 5:45 കഴിഞ്ഞെന്ന് ഞാൻ ടൈം നോക്കി ഫോണിൽ. 5:45 6 മണിയൊക്കെ ഉണർന്ന്. പിന്നെ പയ്യെ എണീച്ച് 6 മണിയൊക്കെ എണീച്ച് സെറ്റായി വണ്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പക്ഷെ എന്താണ് എന്തുട്ട് ആൾക്കാരാണല്ലേ ഇങ്ങനെയും പ്രാന്തന്മാർ. നമ്മളൊക്കെ എല്ലാ മതങ്ങളെയും റെസ്പെക്റ്റും കൊടുക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. നമ്മൾ ഈ യാത്ര ചെയ്തപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാർ ഇവന്മാരൊക്കെ എന്താണ് ഇങ്ങനെയെന്ന് ഞാൻ ആലോചിക്കണം. ചിലപ്പോൾ ഈ ഒരു നാടിന് ഇതേപോലെയുള്ള കുറേ ആളുകളാണ് നശിപ്പിക്കണം. പക്ഷെ എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. ആ ഒരു കാര്യങ്ങളൊക്കെ പോട്ടെ. എന്തായാലും നമ്മളിപ്പോൾ നേരെ പോകുന്നത് കെംപ്റ്റി വാട്ടർഫാളിലേക്കാണ്. ഇപ്പോൾ ഇവിടുന്ന് അടിയിലേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ. ഇനി ഈ കയറ്റം മൊത്തം ഞാൻ തിരിച്ച് കയറാനുള്ള കേട്ടാ. ചുമ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. എവിടെയും കൊണ്ട് കാണിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ചായ ഒന്നും കുടിച്ചിട്ടില്ല. ഞാൻ ഫുഡ് ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാക്കാൻ നിന്നില്ല. ഞാൻ തിരിച്ചു പോകണ വയ്ക്കുമല്ലോ എവിടെയെങ്കിലൊക്കെ ഇരുന്നേ ഉണ്ടാക്കാമല്ലോ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലേ നമുക്ക് വാട്ടർഫാൾ കാണാൻ പോകട്ടോ. നമ്മളെ നേരെ അങ്ങാടേക്ക് പോകണ വയ്ക്കാണ്ടൊരു കാഴ്ച ഉണ്ടത്. ആ ഒഴുകണ കെംപ്റ്റി വാട്ടർഫാള് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് നല്ല കിടിലം വ്യൂ ആണ്. കണ്ടില്ലേ, നമ്മൾ ഈ ഇപ്പുറത്തൊരു ഭാഗത്ത് വയ്ക്കണം, അതവർ അപ്പുറത്ത് ഭാഗത്ത്. എനിക്കൊന്ന് ഇങ്ങനെ കറങ്ങി വരണമെന്ന് തോന്നണ്ട. അടിയിലേക്ക് പോയിട്ട് അങ്ങനെ കയറി പോകണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാട്ടോ. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാ. സെറ്റാണ് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഇന്നലെ രാത്രിയിലും അത്യാവശ്യം തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ വന്ന വഴിക്ക് ഒരു ചായക്കടയിൽ കയറിയിട്ടാ. അപ്പോൾ ചായ കുടിച്ചിട്ട് ഇറങ്ങാനാന്ന് വെച്ച് എൻ്റെ സൈക്കിൾ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചായ ഉണ്ടാക്കാൻ നിന്നില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് വാട്ടർഫാൾ കണ്ടിറങ്ങിയിട്ട് ചായ എന്തെങ്കിലും ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാ. അപ്പോൾ ഇവിടെ നിന്നൊന്നും കഴിക്കണില്ല. ചെറിയ സ്നാക്സ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. 10 രൂപ ഉള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. വേറെ ഇതിനൊക്കെ റേറ്റ് ഉണ്ട് അത്യാവശ്യം. നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ മേടിക്കാത്തത് കേട്ടോ. അപ്പോൾ ചായ കുടിച്ചിട്ടേ ഈ വാട്ടർഫാൾ കാണാൻ പോകാട്ടോ. നമ്മളെ ഇപ്പോൾ കെംപ്റ്റി വാട്ടർഫാളിൻ്റെ അവിടെ എത്തിയിട്ടാ. അപ്പോൾ അതേ ഇവിടെ കുറച്ച് കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. അപ്പോൾ ഞാൻ ഇവിടെ സൈക്കിൾ പാർക്ക് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചിട്ടാ. അപ്പോൾ അതേ ഹായ്. അപ്പോൾ ഇവരായിട്ട് ഇവിടെ ലൊക്കേഷൻ. ബാക്കിയെല്ലാം എല്ലായിടത്തും പെയ്ഡാണ്. അപ്പോൾ അതേ രാഹുൽ റെസ്റ്റോറൻറ്റ് കഫേ, അവിടെ നമ്മുടെ ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെംപ്റ്റിയിലേക്ക് പോകാനുള്ള അങ്ങാടേക്കാണ്ട റൂട്ടുള്ളത്. ശരിക്കും ഇവിടെയുള്ള ആളുകളുടെ ഏറ്റവും മെയിനായിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊക്കെയുണ്ടാ. ടൂറിസമാണ്. പിന്നെ അതേപോലെ ഹോട്ടൽ കാര്യങ്ങൾ ഇവിടെ അടുപ്പിച്ച് മുട്ടനെ ഹോട്ടലുകൾ, റൂംസ് കണ്ടില്ലേ. അടിയിൽ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ മേളിൽ റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതേപോലെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. എല്ലാ കടകൾക്കും ഇതേപോലെ പാർക്കിങ്ങിൻ്റെ ഇതുണ്ട് കണ്ടില്ലേ. ഏകദേശം ബൈക്കിനൊക്കെ എനിക്ക് 80 രൂപ വെച്ചാണ്ട് ഒരു പാർക്കിംഗ് ചാർജൊക്കെ എടുക്കണം. അതൊക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ കെംപ്റ്റി വാട്ടർഫാൾ പോണ വഴി. ഇങ്ങനെ ഇറങ്ങി പോകണം. ഞാൻ പറഞ്ഞില്ലേ 80 രൂപ വെച്ചൊക്കെയാണ് ചാർജ് ബൈക്കിനൊക്കെ. പക്ഷെ എൻ്റെ ഒപ്പം അതൊക്കെ എന്ത് കത്തിയാന്ന് ഞാൻ ആലോചിക്കണം. ഒരു 10 രൂപയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല. ബൈക്കിനൊക്കെ 20, 10 to 20 ഭയങ്കര കൊള്ളേട്ടാ. എനിക്ക് എൻ്റെ പേഴ്സണലി ഒപ്പീനിയൻ പറയണേ കേട്ടാ. പിന്നെ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ ടൂറിസം. ഇവിടെ റെസ്റ്റോറൻറ്റുകളുണ്ട്, ഹോട്ടലുകളുണ്ട്. പിന്നെ അതേപോലെ ഇതേപോലത്തെ ഇതിൽ നിന്നൊക്കെയാണ് ഇവർക്ക് വരുമാനം കിട്ടണം കേട്ടോ. പിന്നെ കൃഷിയൊക്കെ കുറവാണ്. കൃഷിയൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് മേളിലേക്ക് അത്യാവശ്യം വില്ലേജുകളുണ്ട്. അവിടെ മാത്രമേ കൂടുതൽ കൃഷി കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇനി പോകാൻ പോണത് എനിക്ക് ഡനോൾട്ടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം കൃഷിയാണെന്നാട്ടെ കേട്ടാ. ഇതാണ് റൂട്ട് പോകണം. പിന്നെ അതേപോലെ തന്നെ ഇവിടെ മറ്റേ കേബിൾ കാറ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 250 രൂപയാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അത്യാവശ്യം കടകളൊക്കെ തുറന്നു തന്നെ കേട്ടോ. കാരണം രാവിലെ ആയിട്ടുള്ളൂ. പിന്നെ അതുപോലെ നമ്മൾ ഈ ഒരു കേബിൾ കാർ കണ്ടല്ലോ, അത് ശരിക്കും നമുക്ക് അടിയിലേക്ക് പോകാൻ വേണ്ടിയാട്ടാ. ശരിക്കും നടന്ന് ഇറങ്ങാൻ മടിയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ. 250 രൂപ ചാർജ് ഉള്ളൂ. ആൾക്കാരൊക്കെ യൂസ് ചെയ്യണ്ടാവുമായിരിക്കും. നമ്മളതിൻ്റെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇറങ്ങിപ്പോവാം. അപ്പോൾ അത് അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ ഇവിടെ നാട്ടിൽ ഒഴുകണം. അടിയിലൊക്കെ ആൾക്കാർ ഇരിക്കണണ്ടില്ലേ. അവിടെയൊക്കെ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങും. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ. ശരിക്കും ഇതാണ് കേട്ടോ വാട്ടർഫാളിലെ ഫസ്റ്റ് തുടക്കം. പിന്നെ അവിടെ നിന്നാണ് ഇറങ്ങി വെള്ളം വന്നത്. നമ്മൾ ആ മേളിൽ കൂടെ കേട്ടോ വണ്ടി ഓടിച്ച് വന്നത് കേട്ടോ. പിന്നെ അവിടെയൊക്കെ ഇപ്പോൾ ആൾക്കാർ കയറുന്നുണ്ട് മറ്റേ കേബിൾ കാറിൽ. അവിടുത്തെ ഇത്രയും വരാനുള്ളൂ. അടിയിലേക്ക് ഇവിടം വരെ വരാനുള്ളൂ. ശരിക്കും നടന്ന് വരേണ്ട കാഴ്ചയാണ് ശരിക്കും കാണാനുള്ളത്. പക്ഷെ അതൊരു വേറെ എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനെ വന്ന ഒരു ഇത് വരാൻ വേണ്ടി. പക്ഷേ നടന്ന് വരാൻ നോക്കുക, അതാണ് ഏറ്റവും അടിപൊളി കേട്ടോ. പിന്നെ കണ്ടില്ലേ വാട്ടർഫാൾ ഒഴുകണം നോക്കി, അടിപൊളിയായിട്ടാണ് ഒഴുകണം. നല്ല സെറ്റാണ്ടാ. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം കേട്ടോ. ഞാൻ കുളിച്ചിട്ടില്ലെന്ന്. കുളിച്ചിട്ടെന്ന് ശരിക്കും പല്ല് വെച്ചിട്ട് പോലും ഇല്ലാട്ടാ മര്യാദ. അങ്ങനെയാണ് ഞാൻ ഇറങ്ങിയത് കേട്ടാ.
പിന്നെ രാവിലെ ചായ കുടിച്ച് പിന്നെ അവിടെ നിന്ന് പാർക്ക് പോലെയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് അങ്ങാടൊക്കെ ഒന്ന് പോയിട്ട് വരാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ റെൻറ്റിൻ്റെ ഇതാണ്, റെൻറ്റിൻ്റെ ഏരിയകളാണ്. ഇതൊക്കെ റെൻറ്റിന് കൊടുക്കാണ്ട് ഷോർട്സ് കാര്യങ്ങളൊക്കെ. പിന്നെ അതേപോലെ ഞാൻ ആലോചിക്കണേ, ശരിക്കും ആളുകളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുക ഇതേപോലെ റെൻറ്റിന് കൊടുക്കുന്ന സാധനങ്ങളൊക്കെ. അതായത് ഒരാൾ യൂസ് ചെയ്യണ ഇതാണ്, ഡ്രസ്സാണ്, അത് മറ്റൊരാളൊക്കെ യൂസ് ചെയ്ത് കുറവായിരിക്കും. എൻ്റെ ഒരു അറിവിൽ വെച്ചാണ് ഞാൻ പറഞ്ഞത്. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ്ടാ, നല്ല വെള്ളമൊക്കെ ഒഴിക്കേ, തെളിഞ്ഞ വെള്ളം ഉണ്ടാ. കാരണം നമ്മൾ അവിടെ കണ്ടില്ല, അവിടെ നിന്ന് ഒഴുകി വന്നതാണ് ഈ കാണുക. നല്ല കിടിലം വെള്ളമുണ്ട്, നല്ല തണുപ്പുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആളുകളൊക്കെ കുളിക്കാൻ ഇറങ്ങുന്ന സ്പോട്ടാണ്. കാരണം ഇപ്പോൾ നേരെ ഒന്ന് ഇതായേ ഉള്ളൂ. ഇനി ആളുകളൊക്കെ ഒരുപാട് വരും കുറച്ച് കഴിയുമ്പോൾ. നമ്മളിപ്പോൾ ഏകദേശം ഒരു 8-9 മണിയായി. 9 മണിയായിട്ടില്ല, 9 മണിയുടെ അടുത്തായിട്ടുള്ളൂ. അപ്പോൾ ആളുകളൊക്കെ വന്നിട്ടിരിക്കുന്നത് ഒരുപാട് ശരിക്കും. പിന്നെ അതുപോലെ ഇവിടെ ലോക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് വരുമ്പോൾ, അതായത് നമ്മളിപ്പോൾ കുളിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്കിവിടെ നമ്മുടെ സാധനങ്ങൾ, ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെ സാധനങ്ങളൊക്കെ ഇവിടെ ലോക്കറിൽ വെക്കാട്ടോ. അപ്പോൾ അതിനുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ സ്വിമ്മിങ് കോസ്റ്റ്യൂം ഞാൻ പറയില്ല, വാടക കൊടുക്കുന്ന സെറ്റപ്പ് പറഞ്ഞില്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതും ലോക്കർ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അതേപോലെ ഇവിടെയൊക്കെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഈ പറഞ്ഞ ട്രഡീഷണൽ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചെരുപ്പ് കണ്ടില്ലേ, ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ചില സ്ഥലത്ത് ഡ്രസ്സൊക്കെ എന്താണ് റെൻറ്റിന് കൊടുക്കാൻ കേട്ടോ. എനിക്ക് തോന്നുന്നു ഫോട്ടോ ഒക്കെ എടുക്കാനാണെന്ന് വാട്ടർ ഫാൾസിൻ്റെ അവിടെ എത്തിയിട്ട് കണ്ടില്ലേ. നമ്മൾ നേരത്തെ അവിടെ അടിയിലിരുന്നല്ലോ, അപ്പോൾ അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി വന്ന് അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി അടിപൊളിയാണ് കേട്ടോ. ശരിക്കും ഇത് ഭയങ്കര ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയാണ്. ശരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്ന സ്ഥലം കേട്ടോ. ഞാൻ ശരിക്കും ആലോചിച്ചത് ഇങ്ങനെ അധികം ആളുകളൊന്നും വരാറില്ലാതെ നമ്മളിങ്ങനെ ട്രക്ക് ചെയ്ത് കയറിയിട്ട് നമ്മൾ കാണാനുള്ള സ്പോട്ടൊക്കെ ഉണ്ടല്ലോ. ഇപ്പം എന്താ പറയുക, നമ്മുടെ ജോഗിനി വാട്ടർഫാൾ, അതും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നാൽ, പക്ഷെ അത് നമുക്കൊരു അഡ്വഞ്ചർ കൂടെ ഉണ്ട്. അത് നമ്മൾ ട്രക്ക് ചെയ്ത് കയറുമ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ കിട്ടുന്ന അതില്ല, അത് വലിയൊരു ശീലമായിട്ടാ. അല്ല, ഞാൻ അങ്ങനെ ആലോചിച്ചേട്ടാ. അവിടെ അടിയിലെന്തൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കൊന്ന് അങ്ങാടൊക്കെ പോയിട്ട് വരാട്ടോ. അവിടെ ഞാൻ പറഞ്ഞില്ലേ എന്തോ ഒരു പാർക്ക് പോലെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒഴുകണ വെള്ളം ഉണ്ടോ, നല്ല തെളിഞ്ഞ വെള്ളം ഉണ്ടോ, കണ്ടില്ലേ, കാണാൻ പോലെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. നമ്മളെ തിരിച്ചു വന്നോക്ക് ഇവിടെ അത്യാവശ്യം ഷോപ്പുകളൊക്കെ തുറന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ നമ്മുടെ കണ്ണട എവിടെ മിസ്സായിട്ടുണ്ട്, എവിടെ പോയെന്ന് അറിയില്ല. ബാഗ് നമ്മൾ പണ്ട് കാസർഗോഡിൽ കഴിഞ്ഞ വർഷം ഈ ഒരു ബാഗ് എടുത്തേട്ടോ. അത്യാവശ്യം റേറ്റ് ഉണ്ടാവുന്ന കേട്ടോ, നല്ല ബാഗാണ്. അതേപോലത്തെ ബാഗുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെ ഡ്രസ്സൊക്കെ കണ്ടില്ലേ, ഇവിടെ ട്രഡീഷണൽ ഡ്രസ്സാണ്, റെൻറ്റിനാണ് കൊടുക്കണത് ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. എന്നാലേ നമുക്ക് നമ്മുടെ സൈക്കിളിലാണ് അങ്ങോട്ട് പോവാം. ഇനി ഒരുപാട് കയറാണ് കേട്ടോ. എന്നെ കണ്ണട മിസ്സായല്ല, അത് എവിടെ പോയിന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. എന്നാലേ നമ്മുടെ കണ്ണട ഇവിടെ പോയി ഞാൻ ആലോചിക്കണം കേട്ടോ. ഞാൻ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മുടെ സൈക്കിള് ഇത് എവിടെ ഉണ്ട് കേട്ടോ. സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ പോയെന്നൊരു ഐഡിയ ഇല്ല. तो നമ്മുടെ ഹെൽമെറ്റ് എടുത്തിട്ടാ. ഹായ്, आपका नाम क्या है भैया? विनीत सर. विनीत, अच्छा, ओके, थैंक यू. ओके ഓക്കെ ഓക്കെ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഉണ്ടട്ടാ. ഞാൻ കണ്ണടയുടെ കാര്യം പറഞ്ഞില്ലേ, കണ്ണട ഞാൻ ഇതിൽ വെച്ചിട്ടാട്ടോ പോയാ. സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിക്കുന്നത് കണ്ണട ഇവിടെ പോയി. ഞാൻ കാരണം ഇവിടെ ഉണ്ട് വെക്കാറില്ല, പക്ഷെ കണ്ണട കാണാനില്ല. പക്ഷെ നമ്മുടെ കണ്ണട ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ പക്ഷേ മിസ്സായല്ലാതെ വെച്ചിട്ട് പുതിയ കണ്ണട മേടിക്കേണ്ടതന്നെ. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഇവിടെ പോവാം. പിന്നെ ഇപ്പോൾ ഈ പോണത് ഫുള്ള് അങ്ങോട്ട് കയറ്റുകൊണ്ടാ. അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. എന്നാലും നമുക്ക് മുന്നോട്ട് പോവാം. ക്യാമറയുടെ ചാർജ് തീർന്നട്ടെ ഏതാണ്ട്. അപ്പോൾ ചാർജ് തീരണം, എന്നാലേ മേലേക്ക് പോട്ടാ. നമ്മൾ തിരിച്ച് കയറി വന്നപ്പോൾ ഇന്നലെ താമസിച്ച ആളുടെ ഹായ്, ഇന്നലെ കണ്ട പുള്ളിയുടെ അടുത്താണ്ട് വന്ന ഹായ്. അപ്പോൾ ഇവിടെ കണ്ട് വന്നൊഴിക്ക് ഞാൻ പുള്ളിനെ കണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിർത്തിയാണ്ട. ഓക്കെ ഭയ്യ ജായക. ओके ठीक है. रात कुछ से बात तो नहीं हुआ ना. हाँ, एक कुछ टाइम बहुत प्रॉब्लम आएगा. वो तो खैर आया था, उसके बाद तो नहीं हुआ ना, रात को सोने के बाद. हाँ, वो तो बहुत प्रॉब्लम आएगा. कोई नहीं, थोड़ा कहीं कहीं हो जाता है. ഇവരാണ്ട്. അപ്പോൾ ഇന്നലെ കുറച്ച് പേര് വന്നത്. അപ്പോൾ ഇന്നലത്തെ പ്രശ്നത്തിൻ്റെ കേസാണ്. ഞാൻ നോക്കട്ടെ, ചായ കുടിക്കണ്ട, നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് പോവാം എന്ന് വിചാരിച്ചിരിക്കണേട്ടാ. നോക്കട്ടെ, ഞാനൊന്ന് പുള്ളിയോട് യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. ഞാൻ എന്തായാലും ചായ കുടിച്ചിട്ട് പോരാന്ന് വെച്ച് പുള്ളി ഇൻവൈറ്റ് ചെയ്താണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാർജ് ഒന്ന് കുത്തിയിടണം. ഫോണ് ഒരു 5 മിനിറ്റ് ചായ കുടിക്കുന്ന ഫോണൊന്ന് കുത്തിയിട്ടിട്ട് പോകട്ടെ. ഇന്നലെ ചാർജ് അങ്ങനെ അധികം കയറിയില്ല.
ക്യാമറയും ചാർജ് ചെയ്യണം, ഫോൺ ചാർജ് ചെയ്യണമല്ല. അപ്പോൾ പവർ ബാങ്കിൽ ഒരു ചാർജ് കുറവാണ്. അങ്ങനെ ഇവിടെ കുത്തിയിട്ട് കുറച്ച് നേരം. അപ്പോൾ അതങ്ങനെ ആയി. അപ്പോൾ എന്തായാലും ചായ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു ഹില്ലുണ്ട്, അപ്പോൾ അതൊന്ന് കയറണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കാനായിട്ടാ. അപ്പോൾ ഇവരൊക്കെയാണ് ഇന്നലെ നമ്മളെ കുറച്ച് പേരൊക്കെ കൂടിയാണ് നമ്മളോട് എന്താ പറയുക ആ ഒരു പ്രശ്നത്തിൽ നമ്മൾ ഒഴിവാക്കാൻ നിന്നേട്ടാ. അപ്പോൾ അതിന് വലിയ സന്തോഷമുണ്ട്. കാരണം മറ്റേ പുള്ളി കുറച്ച് ഭയങ്കര ഷുഗറുണ്ട്. പുള്ളി മാത്രമല്ല, വേറെ പുള്ളിയുടെ ഒപ്പം 2 പേര് കൂടെ ഉണ്ട്. പുള്ളി വിളിച്ചിട്ട് വന്നേട്ടാ 2 പേരാ. പക്ഷേ എന്ത് എന്താ ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്കാണ് ഇപ്പോൾ കാണിച്ചിട്ട് കാരണം നമ്മളിവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിന്നതിനാണ് അവസാനം നമ്മൾ ഒറ്റക്കായിപ്പോവും. ആരും തിരിഞ്ഞു നോക്കില്ല. ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്ത ആൾക്കാരും നേരെ തിരിയും. കാരണം നമ്മുടെ നാടാണെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല. ഉമ്മാരൊന്നും നമ്മുടെ നാട്ടിൽ വന്നൊന്നും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകില്ല. അതേപോലെ നമുക്ക് ഇതേപോലെ അങ്ങനെ വന്ന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടു. അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഞാൻ ഇന്നലെ പരമാവധി മിണ്ടാകുന്നേട്ടാ. നമ്മളെ ഫുഡ് ഉണ്ടാക്കണേ എന്നിട്ട് മാഗിയാണ് ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ ഇത് ഇവിടെ ഒരു സ്ഥലം കണ്ടു. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് ഉണ്ടാക്കിയേട്ടാ. പക്ഷേ ഇത് മാഗി നമ്മൾ കഴിക്കാൻ പോണ സ്ഥലം നോക്കി വ്യൂ കണ്ടില്ല. ഇവിടുത്തെ കെംപ്റ്റി വാട്ടർഫാളും കണ്ട് നമ്മളിവിടെ നിന്ന് മാഗി കഴിക്കാൻ പോണേട്ടാ. ഇനി എന്നിട്ട് വേണം ഇവിടെ നിന്ന് ഇറങ്ങാൻ. നല്ല വിശപ്പുണ്ടാവുന്നേട്ടാ. വേറെ ഇനി കഞ്ഞി വെക്കാലാന്ന് ചോദിച്ചു. കഞ്ഞി വെക്കാൻ മടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മാഗി ഉണ്ടാക്കിയേട്ടാ. അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. നേരെ നമുക്ക് ദലൈ ഹിൽസ് പോകാൻ ഒരു പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 11-12 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ ഇപ്പോൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നേട്ടാ. അത്യാവശ്യം കയറ്റം ഉണ്ട് കേട്ടോ. കാരണം ഇന്നലെ നമ്മൾ ഇറങ്ങി വന്നോണ്ട് അപ്പോൾ ഒന്നും പറഞ്ഞില്ല. നല്ല കിട്ടിലായിട്ട് ഇറങ്ങി വന്നിട്ടാ. അപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നേട്ടാ. അപ്പോൾ ഈ റെസ്റ്റ് എടുത്താണ് വന്നത്. ഞാൻ വന്നൊരിക്ക് വേറെ വീഡിയോസ് ഒന്നും എടുത്തില്ല. നമ്മൾ ഇന്നലെ പോയപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് ഷൂട്ട് ചെയ്യാനായിട്ടാ. ഉണ്ടല്ലേ അത്യാവശ്യം ഇതുണ്ട്, തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ചില സ്ഥലങ്ങളിൽ മരങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ വരുമ്പോൾ ചൂടുണ്ട് കേട്ടോ. നമ്മളെ കെംപ്റ്റി വാട്ടർഫാൾ കണ്ട് തിരിച്ച് റിട്ടേൺ പോണ വഴിക്ക് 2 പേരെ കണ്ടിട്ട്. അപ്പോൾ നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതെ ഹായ്, आपका नाम क्या है ब्रो? मनीष। आप किधर का है? राजस्थान जयपुर। ओके। आप हेलो ब्रो। हेलो भैया। आपका नाम? मेरा नाम नीलेश है भैया। मैं हरियाणा से हूँ लेकिन हम दिल्ली रहते हैं। अच्छा। ट्रैवल्स का बिजनेस। अच्छा ट्रैवल मतलब पैकेज, टूर पैकेज। ओहो नൈസ്। ഓ നമ്മളെ ഇന്നലെ വന്ന സ്ഥലത്ത് എത്തിയേട്ടാ. അതായത് നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയേട്ടാ. അപ്പോൾ അവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് കണ്ടില്ലേ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോണത് മസൂരി, ഡെറാഡൂൺ. പിന്നെ നമ്മൾ ഇന്നലെ വന്ന ഈ വഴിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കെംപ്റ്റി വാട്ടർഫാൾ, ഇങ്ങാട് കമ്പനി ഗാർഡൻ ഉണ്ട്. നമുക്ക് പോകേണ്ടത് എന്താണ്, ഇവിടെ ഒരു ഹില്ലുണ്ട് കേട്ടോ, ദലൈ ഹിൽസ് എന്ന് പറഞ്ഞൊരു, അതായത് ടിബറ്റൻ കൾച്ചറായിട്ടുള്ളൊരു ഹില്ലാണ്. അപ്പോൾ അതായത് ടിബറ്റൻ കുറച്ച് സ്റ്റാച്യൂസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് എനിക്കറിയില്ല കറക്റ്റ്. നമുക്ക് എന്തായാലും പോയി നോക്കട്ടെ. ഈ റൂട്ടാണ് പോകണം. എന്നിട്ട് നമുക്ക് തിരിച്ച് വന്നിട്ട് ഈ റൂട്ട് വേണം മസൂരിയിലേക്ക് പോകാൻ കേട്ടോ. നമ്മളെ ബുദ്ധിസ്റ്റ് ടെമ്പിൾ കാണാൻ വേണ്ടി വന്നേക്കാം. അതായത് ഇവിടെ ഒരു ഹില്ലുണ്ട് കേട്ടോ. ഹായ് അപ്പോൾ ഇവിടെ കുറേ ഇവിടെ കുറേ ആൾക്കാരെ കണ്ടിട്ട്. അപ്പോൾ ഇവർ നമ്മളോട് ഫോട്ടോ അപ്പോൾ നമ്മളെ വന്നോയ്ക്ക് ഇവിടെ വെച്ച് കണ്ടേട്ടോ. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ച് എല്ലാവർക്കും ഹാപ്പി ആകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകട്ടെ. ഹിൽ വിസിറ്റ് ചെയ്യാത്ത ഉദർ. अच्छा bro, I want to ask one thing only. What do you eat? Actually eat rice and chapati, any Anything special you? ഇപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പറയും ഹായ്. ഓക്കെ. അപ്പോൾ ഞാൻ പുള്ളിയുടെ ഹെൽമെറ്റ് ഏൽപ്പിച്ചിട്ടാണ് വന്നത്. സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ ഉണ്ടാ ശരിക്കും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ശരിക്കും 2 വഴിയുണ്ട് കേട്ടോ. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ വന്നല്ല, അവിടെ നിന്ന് നമുക്ക് കയറി വരാം. അതായത് ട്രക്ക് ചെയ്ത് അത്യാവശ്യം ദൂരമുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ എന്തോ 1 കിലോമീറ്റർ എന്തോ മേലിലേക്കുണ്ട്. ഇവിടെ 300 മീറ്റർ എന്തോ ഉള്ളൂ എന്നാണ് കേട്ടോ പറഞ്ഞാൽ. ഇതൊരു ടിബറ്റൻ ടെമ്പിളാണ്. അതായത് ഇവിടെ ഒരു ടെമ്പിളുണ്ട്. നമുക്ക് ആദ്യം മേളിൽ കയറിയിട്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അതേ ഒരുപാട് കച്ചവടക്കാരുണ്ട്. പിന്നെ അതേപോലെ പാർക്കിങ് കുറേ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫസ്റ്റ് മേളിലേക്ക് പോവാം. അതല്ലേ ഇവിടെ ഓറഞ്ച്, ചോളം, പിന്നെ അങ്ങനെ സോഡ, മിച്ചർ, മറ്റേ ഇതില്ലേ എന്തെന്ന് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. പറ്റി നോക്കി നമ്മളെ വന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോ എടുത്തിട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് ആ കാര്യത്തിൽ. കാരണം എല്ലാവരും എന്താണ് ഭയങ്കര രീതിയിലാണ് ട്രീറ്റ് ചെയ്ത് കേട്ടാ.
കാരണം നമ്മൾ ഭയങ്കര ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് യാത്രയൊക്കെ നല്ല രീതിയിൽ പോട്ടെ, എല്ലാവരും ഒരു അനുഗ്രഹിച്ചിട്ടുള്ള രീതിയിലാണ്. അതൊരു വലിയ കാര്യം തന്നെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചുള്ളൂ, അധികമില്ല. ഞാൻ ആദ്യം വിചാരിച്ചാൽ നല്ലോണം ട്രക്ക് ചെയ്ത് കയറാമെന്ന് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. ഒരു പശു ഇരിക്കുന്നതുകൊണ്ട് പോകാനും പറ്റില്ല. പശുവൊക്കെ ഒരു ഇടയ്ക്കിടയ്ക്ക് ട്രക്ക് ചെയ്യണ്ട കേട്ടോ മേലേക്ക്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ ഒരു സ്തൂപം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെയും മോമോസ് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഫുഡ് കാര്യങ്ങളൊക്കെ. ഇവിടെയൊക്കെ ഫുള്ള് ഇതാണ്ട് ടിബറ്റൻ ഫ്ലാഗാണ്. ശരിക്കും ഇവിടെ ഉത്തരാഖണ്ഡിൽ ഇങ്ങനെ ഒരു ടിബറ്റൻ ടെമ്പിൾ ഉണ്ട്, അതേപോലെ ടിബറ്റൻ കൾച്ചർ ഉണ്ടെന്ന് ഞാൻ പിന്നീടാണ് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അല്ലേ നമ്മളങ്ങനെ മേലേക്ക് വരണ്ട. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ഇതാണ് കേട്ടോ, ഫുള്ള് കോടയാണ്. പിന്നെ അതേ അവിടെ നിന്ന് സൂര്യൻ്റെ ഇതടിക്കാൻ കേട്ടോ. ഇങ്ങനെ ഫുള്ള് ടിബറ്റൻ ഫ്ലാഗാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം കുറച്ചുള്ളൂ, കുറച്ച് അങ്ങോട്ടേക്ക് മേലിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വ്യൂ പോയിൻ്റ് എടുത്തോട്ടാ കറക്റ്റ്. പിന്നെ അതിൻ്റെ മേലിൽ എന്തോ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ടെന്നാണ് കേട്ടാ. എന്തായാലും അങ്ങോട്ട് പോവാം. അതുപോലെ ഇവിടെ നിന്ന് അങ്ങനെ ഒരുപാട് ആളുകളൊന്നും വന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ കേരളത്തിൽ നിന്നും വ്ളോഗൊന്നും ഞാൻ ആരെയും കണ്ടിട്ടില്ല. അവിടെ അടിയിലൊക്കെ ഉണ്ട് കേട്ടോ, അടിയിൽ ടിബറ്റൻ ഫ്ലാഗ് ഉണ്ട്. അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ടോപ്പ്, അവിടെ ഒരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ വന്നോയ്ക്ക് ഇവിടെ എന്തോ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്, ഒരു വാള് പോലെ എന്തോ വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം? ഫിനാൻഷ്യൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഫോർ ദിസ് മൊമെൻറ്റ്. എനിക്ക് തോന്നുന്നു ഇത് സ്ഥാപിച്ച ടൈമിലുള്ള ആരുടെയൊക്കെയോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടോ, സ്ഥാപകരുടെ ഒക്കെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ബുദ്ധിസ്റ്റ് ഇതുണ്ട്, സ്റ്റാച്ചു ഉണ്ട് കേട്ടോ, കണ്ടില്ലേ. പിന്നെ എനിക്ക് തോന്നുന്നത് ഇതൊരു തീപ്പന്തം പോലത്തെ ഒരു സംഭവം തോന്നുന്നുണ്ടോ, തീ കത്തിക്കാനുള്ള എന്തോന്ന് തോന്നുന്നു അല്ലേ. അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് മുമ്പ് ഞാൻ ഒരാളെ കണ്ടത് ടിബറ്റിൽ നിന്ന് ഒരു ലേഡിയാണ്, ഒരു ടിബറ്റിൽ നിന്നാണ് വന്നിരുന്നത്. ഈ ഒരു ഇത് കാണാൻ വേണ്ടി വന്നതാണ്ടാ. പിന്നെ ഇവിടെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഇതാണ്ട വ്യൂ കണ്ടില്ലേ. അടിയിലൊക്കെ ഫുള്ളായിട്ട് കാരണം ഫുള്ള് ടിബറ്റൻ ഫ്ലാഗാണ് ഈ കാണുന്നത്. ഒരുപാട് മന്ത്രങ്ങളുണ്ട്. പിന്നെ അത് അടിയിലൊക്കെ ആൾക്കാരുണ്ട്. നമുക്കൊന്ന് അടിയിലേക്കൊക്കെ ഒന്ന് പോകണം കണ്ടില്ലേ. പിന്നെ അതുപോലെ ഇവിടെ നോക്കുമ്പോൾ അടിയിലൊരു സ്കൂളുണ്ട്. പിന്നെ അതേ അവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ റണ്ണിങ്ങിന് പറ്റിയ എന്തോ ഇതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ല വന്നൊരിക്കൽ ഒരു സ്കൂള് കാര്യങ്ങളൊക്കെ കണ്ടെന്ന് പറയില്ലേ, അപ്പോൾ അതാണ് തോന്നട്ട. പിന്നെ അവിടെയൊക്കെ ഒരു മല കാണാൻ വരുന്നുണ്ട്, പക്ഷെ കോട ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ശരിക്കും ഈ ഒരു സ്റ്റാച്ചുയുടെ പേര് സാക്യമുനി എന്നാട്ടോ. അതായത് സാക്യമുനി സ്റ്റാച്ചു എന്നാണ്. ഏകദേശം 1959 ശരിക്കും ടിബറ്റൻസ് ഇവിടെ വന്നത്. ആ ഒരു ടൈം കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇതൊക്കെ ബിൽഡ് ചെയ്ത് ഇവർ ഇങ്ങനെ ആക്കിയത് കേട്ടോ, കണ്ടില്ലേ. ഇനി ഇവിടെ നമുക്ക് അടിയിലേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ഇറങ്ങാം. ശരിക്കും അടിയിൽ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് കോട ആയതുകൊണ്ട് കാണാൻ പറ്റില്ല കേട്ടോ. നമുക്ക് അടിയിലേക്ക് എന്തായാലും ഇറങ്ങാം സേഫ്ലി, സ്ലോലി. ഓക്കെ, ഇവർ നമ്മളെ വന്നൊഴിക്ക് കണ്ടാണ് കേട്ടോ, അങ്ങനെ പരിചയപ്പെട്ടാണ്. എന്താ നമ്മൾ പറഞ്ഞിട്ട് നമ്മളിപ്പോ തെന്നി കേട്ടോ. ഞാൻ ക്യാമറയും കൂടെ പിടിച്ച നോക്കിയിട്ടില്ല. കാരണം ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഷൂ അതായത് അതിൻ്റെ അടി തെന്നിയിരിക്കണ കേട്ടോ, അതായത് തെന്നിരിക്കണേണ്. അപ്പോൾ അതാണ് പ്രശ്നം. എന്നാലും അങ്ങോട്ട് പോയിട്ട് വരാം. അത്യാവശ്യം കഫയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ റേറ്റ് ഉണ്ട് ഫുഡിനൊക്കെ. കാരണം അവർ അവിടെ നിന്ന് കൊണ്ടുതന്നെയല്ല, അപ്പോൾ അതിൻ്റെ കേട്ടോ റേറ്റ് തന്നെ. കുറച്ച് റിസ്ക് ആണ് കേട്ടോ. നമ്മുടെ ഇത് പോയിരിക്കണോണ്ട് തേഞ്ഞിരിക്കണോണ്ട് കുറച്ച് റിസ്ക് ആണ്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്കാണ് പയ്യെ നടന്നു പോകണം. പിന്നെ അവിടെ ഒരു ഫോറിനർ ഉണ്ട് കേട്ടോ. പുള്ളി നമ്മൾ നേരത്തെ അവിടെ വെച്ച് പരിചയപ്പെട്ടാണ്. അപ്പോൾ ആളെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. സൂക്ഷിച്ച് പോയില്ലെങ്കിൽ ദുഃഖിക്കപ്പെടും എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ സൂക്ഷിച്ച് പോകണം കേട്ടോ. എനിക്കൊരു ഷൂ എടുക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ ഫിനാൻഷ്യലി ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടിയിലൊരു സ്കൂളുണ്ടെന്ന് പറഞ്ഞില്ലേ. സ്കൂളാണോ കോളേജാണോന്ന് അറിയില്ല.
നമ്മൾ വന്ന വഴിക്ക് കണ്ടാന്ന് തോന്നുന്നുണ്ട്, അതാണെന്നൊരു ഡൗട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നത് ഇത് സ്കൂളല്ല, അതായത് ഇത് എനിക്ക് തോന്നുന്നത് നമ്മുടെ IASൻ്റെയൊക്കെ എന്തോ ഒരു ഇതാണെന്നാണ് ഞാൻ കേട്ടത്, ട്രെയിനിങ്. നമ്മൾ വന്ന വഴിക്ക് കുറച്ച് മലയാളീസിനെ കണ്ടായിരുന്നു. അപ്പോൾ അവർ IASൻ്റെ എന്തോ ഇതായിട്ട് ഇവിടെ വന്നതാട്ടോ, ട്രെയിനിങ് അങ്ങനെ എന്തോ ഇതായിട്ട് വന്നതാണ്. ഇഷ്ടംമാതിരി മലയാളീസ് ഉണ്ടാകുന്നട്ടോ, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടാണ് അവരെ. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ അവരിവിടെ വന്നു. പിന്നെ അതേപോലെ ITBP ഒക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസൊക്കെ ഉണ്ട്, അവരുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാ. നോക്കി സൺസെറ്റ് കാണാട്ടോ, അടിപൊളിയായിട്ട് സൂര്യൻ വന്നിരിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അതെ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. എനിക്കൊന്ന് അങ്ങാടേക്ക് പോകാൻ തോന്നുന്നുട്ടോ, നീ അങ്ങാടേക്ക് പോകട്ടോ. പക്ഷേ ഈ കോടെ ഉള്ളതുകൊണ്ട് ഒന്നും കാര്യമാക്കി കിട്ടണില്ല കേട്ടോ. നേരത്തെ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലേ, അങ്ങാടേക്ക് പോകണേ കേട്ടോ. ഇതാണ് കേട്ടോ റൂട്ട്. അങ്ങാടേക്ക് പോകാൻ പറ്റുമെന്നൊരു ഐഡിയ ഇല്ലല്ലോ. ഇതാണ് വഴി എന്ന് തോന്നുന്നു. ശരിക്കും ഇതുവഴി വഴിയില്ല കേട്ടോ, ഇതുവഴി നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. അവിടെ നിന്ന് അങ്ങനെ കറങ്ങി ഇറങ്ങണം കേട്ടോ. അപ്പോൾ എന്തായാലും കറങ്ങി ഇറങ്ങാം. അതിൽ ഇഷ്ടമാതിരി ആളുകളുണ്ട് കേട്ടോ ഇവിടെ, ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഷൂ ഇട്ടിട്ടെ കാല് ഭയങ്കര വേനെടുക്കണം, അതായത് ഇങ്ങനെ ഇറങ്ങുമ്പോൾ കുത്തി ആൾ ഇറങ്ങണം, തള്ളവേരിലൊക്കെ ഭയങ്കര വേനെടുക്കണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയാട്ടോ വന്നാൽ. അപ്പോൾ അതേ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ആണ്, ഞാൻ പറഞ്ഞില്ലേ അങ്ങാടേക്ക് പോകണേ കേട്ടോ. ശരിക്കും നമ്മൾ ട്രക്കിങ്ങിനൊക്കെ ഒരു മല കിട്ടില്ല, നമ്മൾ ഷൂ ഒക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ തേഞ്ഞ് ഒരു കണക്കിനായിട്ട് നമ്മൾ ഇറങ്ങി പോകണം, തെന്നി പോകണ്ടേ ഭയങ്കര രീതിയിൽ. അവിടെ അടിയിൽ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടേക്ക് ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം ഉണ്ടോ. ടൂറിസം ഇല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ ഇതിൻ്റെ കാര്യത്തിൽ കുറച്ച് പണിയാവും. കാരണം ടൂറിസം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ വന്ന് സാധനങ്ങളൊക്കെ മേടിക്കുള്ളൂ, ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഇവർക്ക് വരുമാനം കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവരെന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. എന്തായാലും അങ്ങാട് പോകാട്ടോ. ഫുഡല്ല, പട്ടീനെ കൊണ്ടുവന്ന, പട്ടീനെ ആ ഒരു പെട്ടിയിലിട്ടാണ് കൊണ്ടുവന്നേട്ടോ അവർ. യാ അമേസിങ്. കണ്ടില്ലേ സൂര്യൻ അസ്തമിക്കണ കണ്ടില്ലേ, അടിപൊളിയാണ്ട. ഇറങ്ങി പോണേണ്ട. ഇപ്പോൾ ആൾക്കാരൊക്കെ അതേ വീഡിയോ എടുത്തോണ്ടിരിക്കേണ്ട ഇവിടെ. നമ്മളൊന്ന് അങ്ങാടൊക്കെ പോയിട്ടില്ലാട്ടാ. അങ്ങാടൊക്കെ പോകണമെന്നുണ്ട്, പക്ഷെ അതൊക്കെ വേറെ മൗണ്ടൈനാണ് അതൊക്കെ. പക്ഷെ അങ്ങാടേക്ക് ഒന്ന് വഴി കാണിക്കണ്ട, അല്ലെങ്കിൽ അങ്ങാടേക്ക് ഒന്ന് പോവാട്ടോ. പക്ഷെ ആളുകളൊക്കെ ഒരു പരിധി വരെ എന്താ അവിടെയും വരെയൊക്കെ വന്നുള്ളൂ കേട്ടോ. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് ഒരുപാട് വന്നു, കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നേരം ഇരുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞു ഇവിടെ സ്കൂളൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ സ്കൂളൊക്കെ വിട്ട ആൾക്കാരൊക്കെ ഇറങ്ങി കേട്ടോ. ഇതിപ്പോൾ ഇവിടെയുള്ള കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇനി വേറെ ടിബറ്റൻ ഇതേപോലെ ടെമ്പിൾ, അതേപോലെ ഇങ്ങനെ മൊണാസ്ട്രികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ നോക്കിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ നമ്മളോട് ഒരാൾ ഷെയർ ചെയ്താണ്, ഇങ്ങനെ ദലീൽ ഹിൽസ് ഉണ്ട്, അപ്പോൾ നിങ്ങളെന്തായാലും പോകണമെന്ന് നമ്മളോട് ഒരാൾ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വന്ന്, കാരണം അതിനെക്കുറിച്ച് എനിക്ക് ഡീറ്റെയിൽ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ. അതെ, വന്ന ആളുകളൊക്കെ തിരിച്ച് റിട്ടേൺ പോകണേ കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ആൾക്കാർ. ഹായ്, आपका नाम क्या है ब्रो? രാജ്കുമാർ. ഓക്കെ, ഞങ്ങളെ ഇവിടെ വ്യൂ നോക്കിയിരിക്കണേ എന്നിട്ടാ, കാരണം അവിടെ സൂര്യൻ അസ്തമിച്ച്. അപ്പോൾ പുള്ളി ഇവിടെ സൂര്യാസ്തമയം കണ്ടിരിക്കും. ഓക്കെ ബ്രോ. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട്, അവരെന്തോ മേല യുവർ ബാക്കി ലോग आपका साथ ऊपर ही. अच्छा ഓ ये है ना. अच्छा ഓക്കെ, അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്നാട്ടോ പറഞ്ഞാൽ. കാരണം ഇവിടെ സൂര്യാസ്തമയം കണ്ടിരിക്കാൻ അടിപൊളിയാട്ടോ. എന്നാലും നിങ്ങൾ വന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ വൈകിട്ടൊക്കെ. രാവിലെ ഒക്കെ ആണെങ്കിൽ വെളുപ്പിനെ വന്നം, സൂര്യോദയം കാണാൻ വേണ്ടി അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് കാണാൻ. പിന്നെ അല്ലെങ്കിൽ വൈകിട്ട് വന്നം, അതാകുമ്പോഴേ സൂര്യാസ്തമിക്കണം കണ്ടില്ലേ. അവിടെ ഇപ്പോൾ താഴ്ന്നിട്ടാ. നമ്മുടെ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടതിനാൽ അതിലറിയാൻ പറ്റും എങ്ങനെയാണെന്ന് കേട്ടാ. അങ്ങനെ നമ്മൾ ഫൈനലി നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ വന്നിട്ടാ. ഇനിയിപ്പോൾ ഇവിടെ തിരിക്കണേന്. അപ്പോൾ എന്നാലേ അവിടെ ടെമ്പിൾ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് കണ്ടിട്ട് പോട്ടാ. അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെ ഷൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടാ. ഇതാണ്ടാ നമ്മൾ ആ ടെമ്പിളിലേക്കുള്ള ഒരു കവാടം. എന്താണ് ഷെദു ചോയ് ഫെല്ലിംഗ് ടെമ്പിൾ. ഞാൻ വായിച്ചതിന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങളൊന്ന് തിരുത്തണം കേട്ടോ, എനിക്ക് കറക്റ്റ് കിട്ടിയില്ല. അപ്പോൾ അതെ ഈ ഒരു വേ ആണ് നമ്മൾ പോകേണ്ടത് കേട്ടോ. ശരിക്കും ഈ ഒരു വേ കണ്ട, നമ്മൾ ക്ലോക്ക് വൈസ് ആണ് ശരിക്കും. കാരണം നമ്മൾ ലേയിലൊക്കെ പോയപ്പോഴും നമ്മൾ കണ്ടില്ലേ, അതേപോലെയാണ് നമ്മൾ പോകേണ്ടത്. എനിക്ക് തോന്നണേ ഇത് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു ടെമ്പിൾ.
ക്ലോസ്ഡ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ജസ്റ്റ് ഇവിടുത്തെ വ്യൂ കണ്ടിട്ട് നമുക്ക് കയറാൻ പറ്റുമോ നോക്കാം കേട്ടോ. ശരിക്കും ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റ് ആണ്. കാരണം അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം നമ്മുടെ സൂര്യൻ ചേട്ടൻ പോയി. അപ്പോൾ അത് കാരണം സൂര്യൻ ചേട്ടനെ കാണാൻ പറ്റില്ല. പക്ഷെ നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട്, കണ്ടില്ല. അവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ശരിക്കും ആ ഒരു വഴി ഇറങ്ങാം, പിന്നെ അല്ലാണ്ട് വേറെ റൂട്ട് വരാൻ പറ്റുമെന്ന് തോന്നണ്ട. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ പണി കാര്യങ്ങളൊക്കെ നടപ്പുണ്ട് കേട്ടോ. ടിബറ്റൻ, അതായത് അവരുടെ ആ ഒരു കറക്റ്റ് കണ്ടില്ലേ, ഇതൊരു ടെമ്പിളാണ്. അപ്പോൾ അവരുടെ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഇപ്പോൾ വാതിലിനാലും നമ്മൾ ലേയിലൊക്കെ പോയപ്പോൾ നമ്മുടെ മേഡത്തിൻ്റെയൊക്കെ വീട് കണ്ടില്ലേ, അവരുടെയൊക്കെ ആ ഒരു സ്റ്റൈലാണ് അവരുടെ വീടൊക്കെ വന്നേക്കണ്ട. ഇവിടെ ഒരു ചെറിയൊരു സ്തൂപുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വേണം കറങ്ങി വരാൻ കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ആളുകളൊക്കെ താമസിക്കുന്നുണ്ട് കണ്ടില്ലേ. അവിടെയൊക്കെ അടിയിൽ ഇഷ്ടംമാതിരി ടിബറ്റൻ ടൈപ്പ് ഹൗസുകളായിട്ടുള്ളത്. ഞാൻ പറഞ്ഞില്ല 1900 ആ ഡേറ്റ് ഞാൻ പറഞ്ഞു കേട്ടാ. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഇവിടെ ടിബറ്റൻസ് വന്നത്, സെറ്റിലായത്. ആൾക്കാർ വന്ന് ഓരോരുത്തരെ കുറച്ച് ആൾക്കാരായിട്ട് വന്ന് അപ്പോൾ അങ്ങനെ അത്യാവശ്യം ആളുകളൊക്കെ ഇപ്പോൾ അതേ കണ്ടില്ലേ. അപ്പോൾ ഇവിടെയൊക്കെ അടിയിൽ അത്യാവശ്യം വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടിബറ്റൻ വീടുകളാണ് കാണുന്നത്. കാരണം ആ ഡിസൈൻ കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ അതേ നമ്മളെ ഹെൽമെറ്റ് വന്നെടുത്തേട്ടാ. അപ്പോൾ ഈ ഒരു ബയ്യാതെ അവിടെ നിന്ന് എടുത്താൽ പുള്ളിയുടെ ഏൽപ്പിച്ചേട്ടാ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ടെമ്പിൾ കയറി അവിടെ നിന്ന് ജസ്റ്റ് അങ്ങോട്ടാ. കാരണം സെയിം ഇത് തന്നെയാണ്, വേറെ വ്യത്യാസങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ ആ ഒരു സെയിം കൾച്ചർ രീതികൾ തന്നെയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോ അലൗഡ് അല്ല, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനാണ്. പിന്നെ ഇവിടെ മഞ്ഞയ്ക്ക് എനിക്കൊരു കോൾ വന്ന് നമ്മുടെ ഒരു ബയ്യാണ്ട് വിളിച്ചാൽ. അപ്പോൾ ആൾ എവിടെ എത്തി, എന്തായി വിശേഷം എന്നൊക്കെ അന്വേഷിച്ച് വിളിച്ചേട്ടാ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതേപോലെ. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം കേട്ടോ. അപ്പോൾ ആളോട് സംസാരിച്ചെനിക്ക് അതാണ് വീഡിയോ എടുക്കാൻ കേട്ടോ. എന്തായാലും നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടുന്ന് നേരെ മസൂരി ആയിട്ടാണ് പോകണം.